ഹലോ ഗൈസ്, വെൽക്കം ടു അഹദീസ് വ്ലോഗ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കണം അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യണം, ചെമ്മീനൊന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിക്കണേ. എന്നിട്ട് 2 പച്ചമുളക് പീസാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇടണം, നമ്മുടെ ചെമ്മീനിലേക്ക്. അതിലേക്ക് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കണം. റൈറ്റ്, ഞാൻ അതിലേക്ക് സ്വല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. കണ്ടോ, ഇപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയ മസാല ഉണ്ടാക്കാം. സവാള, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ തക്കാളി, പിന്നെ ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പച്ചമുളക്. ഇനി നമുക്ക് അതിലേക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. 2 സവാള അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ശേഷം അതിലിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നമ്മളിപ്പോൾ വഴറ്റിയെടുക്കണേ കേട്ടോ. അതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ അത് അടച്ചു വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ബിരിയാണിയിലേക്ക് വേണ്ടി റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, മസാലകളെല്ലാം ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഞങ്ങൾ എടുക്കുന്നത് 1.25 കപ്പ് റൈസാണ്. അതിലേക്ക് ഞങ്ങൾ 2.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യണത്. 1/2 കപ്പ് ഞങ്ങൾ ചെമ്മീൻ്റെ വെള്ളം യൂസ് ചെയ്യണ്ട കേട്ടോ. വേവിച്ച് വെച്ച് നമ്മുടെ ചെമ്മീൻ്റെ വെള്ളം. ചെമ്മീൻ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം കേട്ടോ. അപ്പം നല്ല ചെമ്മീൻ്റെ ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന്. അത് കാരണമാണ് ഞങ്ങൾ ചെമ്മീൻ്റെ വെള്ളം ആഡ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് ഇനി തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പും മല്ലിയിലയും ഇടണം. അല ഇട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് റൈസ് ഇടാൻ പറ്റുള്ളൂ. കഴുകി വെച്ച റൈസാണ് കേട്ടോ. അപ്പം നമ്മൾ ഗീ ഇട്ട് കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ ഗീ ആണ് ഞങ്ങളോട് എടുക്കുന്നത്. ഇതിനി തിളച്ച് വരട്ടെ. നമുക്ക് നേരത്തെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയ സവാള എന്തായെന്ന് നോക്കാം. അത് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആവിയൊക്കെ പോകുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം. കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചേക്കണം കേട്ടോ തക്കാളി. അതൊന്ന് വാടി വരട്ടെ. ഇനി മൂടി വെക്കാം കേട്ടോ. ഞങ്ങൾ ബീഫ് റോസ്റ്റും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പണിയിലാണ് ഇപ്പം ഞങ്ങൾ. കണ്ടോ, ഇനി ഇതെല്ലാം ഒന്ന് റെഡിയായി വരട്ടെ. അപ്പം അതൊന്ന് നമ്മൾ അതിലേക്ക് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസ് ഇടാം കേട്ടോ. അത് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. പിന്നെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത ശേഷം നമ്മൾ 1 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് മസാലേൻ്റെ പണികളായിട്ട് നോക്കാം കേട്ടോ. മസാല അപ്പം നമ്മൾ നന്നായിട്ട് വയന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ചെറിയ സ്പൂണാണ് കേട്ടോ ഞങ്ങളിവിടെ എടുക്കുന്നത്. ഞങ്ങൾക്ക് അതിലേക്ക് ജീരകം പൊടിച്ചതിടാം കേട്ടോ. ഞാൻ അതിലേക്ക് മസാല പൗഡർ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ പെപ്പർ പൗഡർ, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം.
മിക്സ് ആയ ശേഷം നമുക്ക് അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും വേപ്പിലയും ഇടാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കണ്ട കേട്ടോ. ഒന്ന് അതുകൊണ്ട് വാടി വരട്ടെ. ഇനി നമുക്ക് നേരത്തെ ഇട്ട മസാല എല്ലാം ഒന്ന് പിടിച്ച് ഒക്കെ സെറ്റായി വരട്ടെ കേട്ടോ. ഒക്കെ മിക്സ് ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇടാം കേട്ടോ. ഇനി നമുക്കതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു പുളിക്ക് വേണ്ടി തൈര് ഒഴിക്കാം കേട്ടോ. മിക്സായി വന്നതിന് ശേഷം മസാല ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സെറ്റായിട്ടുണ്ട്. അതൊന്ന് മൂടി വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുകളിലേക്കൊന്ന് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് പിന്നെ മൂടി വെച്ച് ഗ്യാസ് ഓഫ് ആക്കി. നമ്മുടെ ബീഫ് സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് റോസ്റ്റ് ആകണം. ഇനി നമ്മുടെ റൈസും സെറ്റായിട്ടുണ്ട്. നമുക്കിനി ദമ്മിടാം. അതിലേക്ക് നമുക്ക് വലിയൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഗീ ഇടാം കേട്ടോ. നമ്മൾ ഞാൻ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം മസാല ഇടാം കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച മസാല. അതാ നമ്മുടെ റൈസ് സെറ്റായിട്ടുണ്ട്. അതിന് ആവിയൊക്കെ കഴിഞ്ഞ് കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റൈസ് ഇടാം കേട്ടോ. അതിലേക്ക് റൈസും ദമ്മാക്കി ഒന്ന് വെച്ചുകൊടുക്കാം. കണ്ടോ, നമ്മൾ പിടിച്ചിട്ട് ദമ്മിട്ടെടുക്കുന്നുണ്ട്. നല്ല ആവിയൊക്കെ പോകണുണ്ട് കേട്ടോ. കണ്ടോ ആവി ഇങ്ങനെ പോണേന്. നല്ല ചൂടാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ചെമ്മീൻ്റെ നല്ല ഫ്ലേവറിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. അപ്പം നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി. അതിൻ്റെ മേലെ ഇച്ചിരി ഡെക്കറേഷൻസും കൂടി ചെയ്തിട്ട് നമ്മളൊന്ന് മൂടി വെക്കാം. നമ്മൾ മല്ലിയില ഇട്ടെടുത്തേക്കണം. ഗീയും ഇച്ചിരി ഇടുന്നുണ്ട് മേളിൽ. മല്ലിയിലേൻ്റെയും ഗീൻ്റെയൊക്കെ ഒന്ന് ഫ്ലേവറിങ്, ചെമ്മീൻ്റെയൊക്കെ ഫ്ലേവറിങ് ചെയ്തിട്ട് നമ്മൾ അത് മൂടി വെക്കണം. ഇനി നമ്മുടെ വീഡിയോ ഇത്രയുള്ള ചാനൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ബെല്ലൈക്കൺ അടിച്ചോടിക്കണം. ബൈ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ യെസ് എന്ന് പറയാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഐറ്റം. ബൈ.